ഹായ് ഗേയ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പം നല്ല മഞ്ഞും നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല മഞ്ഞും ഉണ്ടായിരുന്നേ. അപ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല കിളികളുടെ ശബ്ദം, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ കാണാൻ. നമ്മളാ നേരത്തൊക്കെ ഒരു സൈഡ് പാടായതുകൊണ്ടേ അവിടെ ഇങ്ങനെ മഞ്ഞായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നതിന് ശേഷം ഞാൻ അതാ പോയിട്ട് പിന്നെ പല്ല് തേച്ചു കേട്ടോ. പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേനും നേരെ എത്തി വെളുത്തിരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സുള്ള ചെടികളുടെ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് നോക്കി ഭയങ്കര റിലാക്സേഷൻ ആട്ടോ രാവിലെ നമ്മളതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ അതാ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പണികൾക്ക് കിടന്നു. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വിചാരിച്ചത് അടിച്ചു വാരലൊക്കെ തുടങ്ങി. അതിൻ്റെ പിന്നാലെ ഞാൻ തുടക്കലും കഴിച്ചു കേട്ടോ. തുടക്കലും അടിച്ചു വാരലൊക്കെ പെട്ടെന്ന് കഴിച്ച് പിന്നെ അതാ ഞാൻ ഒരു ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ട് ഓർഡർ ചെയ്ത സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സാമ്പ്രാണി പുക വെക്കണ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കണ ഒരു ബോക്സ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പുക പോകുന്നത് കാണാൻ നമുക്ക് ആ പൈസക്ക് വെർത്താണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ചെറിയ ബോക്സാണ്, പക്ഷെ നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ടാവും നമ്മുടെ ടേബിളുമൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഞാനിതാ അടിച്ചിട്ട് തുടക്കൽ കഴിഞ്ഞല്ലേ, അപ്പോൾ എന്തായാലും ഒരു സാമ്പ്രാണി കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ സാമ്പ്രാണി കത്തിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ വീടിൻ്റെ എല്ലായിടത്തും കൂടി ഒന്ന് കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് നേരം ടേബിളുമേലും ഹാളിൻ്റെ പാർട്ടീഷൻ ചെയ്തുമേലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അതാ ചെടിയൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ച് നോക്കിയാൽ നല്ല രസം നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ആവും കേട്ടോ. വീട്ടിൻ്റെ രാവിലെയും അത് വൈകുന്നേരമൊക്കെ നമ്മുടെ വീട്ടിലൊരു സുഗന്ധം പരത്താൻ ഒരു പോസിറ്റീവ് എനർജി തന്നെ കേട്ടോ. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കയറുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നി കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അപ്പത്തിന് ഹറിബറിയായി. അപ്പോൾ ആ ചട്നിയുടെയും ഇഡ്ഡലിയുടെയും വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ആ ഇഡ്ഡലിയൊക്കെ ഞാൻ അങ്ങനെ ഇഡ്ഡലി തട്ടുകൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം പെട്ടെന്ന് തന്നെ ചട്നി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ അടുപ്പത്ത് ഓരോന്നായിട്ട് ഞാൻ വെച്ചിട്ടോ. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചട്നി സെറ്റാക്കുന്നുണ്ട്. അപ്പുറത്ത് ചായ, അപ്പുറത്ത് ഇഡ്ഡലി, അങ്ങനെ ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ട് 1 വീക്കിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയുടെ ഒക്കെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. പെട്ടെന്ന് അതൊന്ന് പോരുന്നുണ്ട്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഇഡ്ഡലി തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹാളിൽ പോയി വെക്കുമ്പോൾ സാമ്പ്രാണി പിന്നെ അതൊന്നും ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിയാറാവണേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ട് എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് നോക്കുമ്പോൾ നമ്മളോടൊരു കുഞ്ഞു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല, ആരോ കൂടുന്നാക്കിയതാവുന്നു. പക്ഷേ വീട്ടിൻ്റെ അമ്മത്തുനിന്ന് പോണേയല്ല. വാതിൽ തുറന്ന അപ്പത്തിനും ഉള്ളിൽ കയറാൻ വേണ്ടി ആൾ നോക്കുക. അപ്പം അതാ അതിന് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് ആൾക്ക് എന്താ പറ്റിയില്ല. നല്ല കുഞ്ഞു പൂച്ച, അതിന് കഴിക്കാൻ വയ്ക്കണില്ല. അപ്പം അതിൻ്റെ കണ്ണിതാ ഒരെണ്ണം നീലി ഒരെണ്ണം വെള്ളയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. അപ്പോൾ അത് ഉമ്മാനെ ചുറ്റിപ്പറ്റിയിട്ട് ഞാൻ നടക്കണ്ടാവും. അപ്പം മൂപ്പർക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമാവാത്തതുകൊണ്ടാണോ ആൾ പെട്ടെന്ന് അങ്ങനെ പോയി. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.